അരമണിക്കൂർ കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറായി ഞാൻ ഒരു ലൈൻ കോഡ് എഴുതിയിട്ടില്ല. എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സിസ്റ്റം എടുത്ത് ടൈപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ എൻറ്റയർ സിസ്റ്റം ഹാങ് ആയി. ഫുൾ സിസ്റ്റം സ്റ്റക്കായി. എൻ്റെ എൻറ്റയർ സിസ്റ്റം എത്രത്തോളം ഹാങ് ആയെന്ന് പറഞ്ഞാൽ പവർ ഊരി കളഞ്ഞിട്ട് പോലും സിസ്റ്റം ഓഫ് ആവുന്നു. ഗവൺമെൻറ് കോളേജ് കമ്പ്യൂട്ടേഴ്സ് ഫുൾ ഹാങ് ആയി. എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ ഇത് വർക്ക് ചെയ്യുന്നില്ല. ടീച്ചർ പറഞ്ഞു, നീ കോപ്പി അടിക്കാൻ നോക്കിയതല്ലേ, നീ എവിടെ ഇരുന്നോ? ഞാൻ ഇരുന്നു. 3 മണിക്കൂർ എക്സാം, 2 മണിക്കൂർ കഴിഞ്ഞു, ഒരു ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ടില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായ അരവിന്ദ്, അവൻ അരമണിക്കൂറിൽ എക്സാം എഴുതി തീർത്തതാണ്. 2 മണിക്കൂർ മിനിമം ഇരിക്കണം എന്ന് യൂണിവേഴ്സിറ്റി റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ട് അവൻ ഇരുന്നതാണ്. അവൻ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. ടീച്ചർ അവനെ ഇറക്കി വിട്ടു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക്കും എംടെക്കും PhD എടുത്തിട്ടുള്ള എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൽബിനെ പോയി അരവിന്ദിൻ്റെ സിസ്റ്റത്തിലിരുന്നു. ഇത് ഓൺലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് മേ ബി വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ പോയി അരവിന്ദിൻ്റെ സിസ്റ്റത്തിലിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവൻ കോഡ് ചെയ്തിട്ട് പോയ ടെർമിനൽ ക്ലോസ് പോലും ചെയ്തിട്ടില്ല, മിനിമൈസ് ചെയ്തിട്ടേക്കാണ്. ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പാരോ 4 തവണ അടിച്ചു. അതാ വരുന്നു അരവിന്ദിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതിൽ അരവിന്ദിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നു. ഞാൻ അരവിന്ദ് എന്നുള്ള പേര് മാറ്റി എൻ്റെ പേരിട്ടു. അരവിന്ദിൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള പേര് മാറ്റി എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരിട്ടു. ഇത്രയും മാത്രം ചെയ്ത് ഞാൻ റൺ ചെയ്ത കോഡിൽ എനിക്ക് സിൻടാക്സ് എറർ അടിച്ചു. ഞാൻ ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ എടുത്തു. അരവിന്ദ് എന്നുള്ള പേര് മാറ്റി എൻ്റെ പേരിട്ടു. ഫ്രണ്ട്സ് കോമൺ ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ റൺ ചെയ്തു. എനിക്ക് ഔട്ട്പുട്ട് കിട്ടി. ഞാൻ ടീച്ചറിനെ വിളിച്ചു. ടീച്ചർ വന്ന് നോക്കി. ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് അറിയാമെങ്കിൽ നീ എന്തിനാണ് ദീപകിനെ വെറുതെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? നിനക്ക് സ്വയം അങ്ങ് ചെയ്താൽ പോരെ.